ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ പറയുന്നുണ്ട് പ്രിയാമണി, ഷോ ആ കുഞ്ഞ് വളരെ വിഷമത്തിലാ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. ആ കുഞ്ഞിന്റെ മട്ടും പാകം കണ്ടിട്ട് ഞാൻ തന്നെ പേടിച്ചു പോയി എന്ന് പറയുമ്പോൾ മാഷ് പറയണ്ടേ, ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് 101 പോയി അന്വേഷിക്കട്ടെ. അന്വേഷിക്കും മാഷ് എന്ന് പ്രിയാമണി പറയണം. അങ്ങനെ മാഷ് അന്വേഷിക്കാൻ വേണ്ടി അപ്പുറത്തേക്ക് പോവാണ്. ഇഷ്ടക്ക് അതൊക്കെ കാണുമ്പോൾ വെച്ചിട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നീട് കളിക്കുന്ന മഞ്ജുമേനെയാണ്. മഞ്ജുമ അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വപ്നവേലി വരുന്നുണ്ട്. മഞ്ജുമ, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കാത്തതേ, ഭക്ഷണം എടുത്തിട്ടുണ്ട്, ഭക്ഷണം കഴിക്കുക. ഇവിടുള്ള ആർക്കും വിഷമമൊന്നുമില്ലല്ലോ. പാവം എന്റെ കൈലാസേട്ടൻ ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനിയിപ്പോ അവിടെ പോയിട്ട് വെള്ളം അങ്ങനെ കുടിക്കുന്നുണ്ടാവോ എന്തോന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുമ്പോ സ്വപ്നവേലി പറയണ്ട, എന്റെ മഞ്ജുമേ, ജയിലിലൊക്കെ അവർ കറക്റ്റ് സമയത്ത് ഭക്ഷണം കൊടുക്കും. ഭക്ഷണം കൊടുക്കാതെ ഒന്നും ഇരിക്കത്തൊന്നുമില്ല. അതിനമ്മ ഇതിനു മുമ്പ് ജയിലിൽ എങ്ങാനും കിടന്നിട്ടുണ്ടോ? ഞാൻ കിടന്നിട്ടൊന്നുമില്ല. പക്ഷെ എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞത്. പിന്നെ മഹേഷ്, അവനൊന്ന് തണുക്കട്ടെ, അവനോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കാം. കൈലാസിനെ എങ്ങനെയൊക്കെ പുറത്തിറക്കാം. അവൻ ആകെ ഇഷിത പോയിന്റ് വിഷമത്തിലല്ലേ ഇരിക്കണത്. അതെ, ഇവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഇഷിത പോയിന്റ് വിഷമം മാത്രമേ ഉള്ളൂല്ലോ. മഞ്ജുമേ, നീ ഒന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ആരോ ബെല്ലടിക്കാണ്. സ്വപ്നവേലി വന്ന് വാതിൽ തുറക്കുമ്പോഴേക്കും മാഷായിരിക്കും കേട്ടോ. മാഷ്, നിങ്ങൾ വന്നോ? ഇനി പ്രശ്നങ്ങളൊക്കെ നമുക്ക് പരിഹരിച്ചു തീർക്കാം. ആരുടെ ഭാഗത്ത് തെറ്റൊന്നും പറയാൻ നിൽക്കൊന്നും വേണ്ട. കൈലാസ തെറ്റിയെന്ന് തെളിവൊന്നും ഇല്ലല്ലോ. എന്തായാലും പിന്നെ അത് അറുത്തുമുറുത്തു തലനാരിൽ അറുത്തുമുറുത്തു സത്യങ്ങളും തെളിയിക്കാൻ നിൽക്കണ്ട എന്ന് പറയുമ്പോഴേക്കും അഞ്ജിമ പറയുന്നുണ്ട്, അവളല്ലേ കേട്ടാലും കണ്ടാലും അറക്കുന്ന മെസ്സേജ് ഒക്കെ കൈലാസത്തിന്റെ ഫോണിലേക്ക് അയച്ചത്. അപ്പോഴേക്കും മാഷ് പറഞ്ഞത്, നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞത്? ഞാൻ നിങ്ങളുടെ വിചാരണ കേൾക്കാൻ വന്നതൊന്നല്ല. ചിപ്പി ഇവിടെ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ചിപ്പി ഇവിടെ ഉണ്ടോന്നാ? ചിപ്പി അങ്ങോട്ടേക്കല്ലേ വന്നത്? അങ്ങോട്ടേക്ക് കുഞ്ഞു വന്നിട്ട് മഹേഷിന്റെ പുറകെ തന്നെ ഇങ്ങോട്ട് വന്നായിരുന്നു. അവളിവിടെ എത്തിയോന്ന് അറിയാൻ വേണ്ടിട്ടാ വന്നത്. അവൾ ആകെ വിഷമിച്ചായിരുന്നു പുറത്തേക്ക് ഇറങ്ങിയത്. അവൾ അങ്ങോട്ടേക്കാ വന്നത് മാഷെ എന്ന് സ്വപ്നൂല് പറയാണ്. സ്വപ്നൂല്, അവൾ ഇങ്ങോട്ട് വന്നായിരുന്നു. നിങ്ങൾ റൂമിലേക്കൊന്ന് നോക്കി അവൾ ഉണ്ടോന്ന്. ഇല്ലെന്ന്, ഇവള് വാതിൽ തുറക്കണത് ഇപ്പോഴാണെന്ന് പറയാണ് സ്വപ്നൂല്. ഈശ്വര, പിന്നെ കുഞ്ഞിത് എവിടെ പോയി എന്ന് പറഞ്ഞിട്ട് മാഷ് വേഗം നിലത്തേക്ക് ഇറങ്ങി പോകണം അന്വേഷിക്കാനായിട്ട്. സ്വപ്നൂലിക്ക് അത് കേൾക്കുമ്പോ ടെൻഷൻ ആവാട്ടോ. സ്വപ്നവേലി ആകെ ടെൻഷനായിട്ടിരിക്കുന്ന സമയത്തേക്ക് നമ്മുടെ മഹേഷിനെ വിളിക്കണ്ട്. മഹേഷ്, എടാ മഹേഷേ, എന്താ അമ്മേ, നിങ്ങൾ എനിക്ക് കുറച്ച് സമാധാനം തരോ? എടാ, ചിപ്പി ഇവിടെ വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ട് മാഷ് ഇങ്ങോട്ട് തീ പിടിച്ച പോലെ വന്നിരുന്നു. ചിപ്പി അങ്ങോട്ടേക്കല്ലേ പോയത്? അതെ, അവിടെ ഇല്ലെന്ന്, നിന്റെ പിന്നാലെ അവൾ ഇവിടെ വന്നു എന്നാ മാഷ് പറഞ്ഞത്. അവൾ അവിടെ ഉണ്ടെന്നേ. അങ്ങനെയാണെങ്കിൽ മാഷ് തീ പിടിച്ച പോലെ ഇവിടെ വന്ന് പറയില്ലായിരുന്നല്ലോ. ചിപ്പിനെ കാണുന്നില്ലടാ, അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുമില്ല. ചിപ്പി ഇതെവിടെ പോയി മോളെ? ചിപ്പി ചിപ്പി എന്ന് പറഞ്ഞിട്ട് മഹേഷ് അന്വേഷിക്കാൻ പോകുമ്പോഴേക്കും മഞ്ജു പറയണ്ട, പോയി അന്വേഷിക്ക്. എനിക്ക് കുറച്ച് സമാധാനക്കേട് തന്നതല്ലേ എല്ലാവരും, ഇനി സമാധാനമായിട്ട് പോയി അന്വേഷിക്ക് എന്നിങ്ങനെ പുച്ഛത്തോടെ പറയാണ് മഞ്ജിമ. മഹേഷിന് ദേഷ്യം വന്നിട്ട് മഹേഷ് പുറത്തേക്ക് പോവാട്ടോ. അപ്പോഴേക്ക് സ്വപ്നന് പറയണ്ടേടി, കുറച്ചൊക്കെ മനസാക്ഷി വേണം. അതെ, എന്റെ കൈലാസേട്ടനെ പിടിച്ച് അകത്തിട്ടപ്പോ ആർക്കും മനസാക്ഷി ഒന്നും ഉണ്ടായില്ലല്ലോ. അപ്പൊ ഈ കാര്യത്തിൽ എനിക്ക് മനസാക്ഷിയുടെ കാര്യമൊന്നും ഇല്ല എന്ന് പറയുമ്പോ സ്വപ്നവേലിഹും ഇവളെയൊക്കെ പറഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ അന്വേഷിക്കാൻ വേണ്ടി പോകുവാണ്. അതിനുശേഷം കാണിക്കുന്നത് ഇഷിതേനെയാണ്. ഇഷിതയെടുത്ത് പ്രിയാമണിയും അതുപോലെ തന്നെ സുചിത്രയും പറയണ്ടേ, ചേച്ചി ദേ ഇളയച്ചൻ ഇത്ര നേട്ട് വന്നില്ല. അപ്പൊ അതിനെ കാരണം ഇളയച്ചൻ അവിടെ തന്നെ ആയിരിക്കും ചിപ്പിനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇനി ചിപ്പിന്റെ പിണക്കൊക്കെ മാറ്റി ഇങ്ങോട്ട് വരുവാണെങ്കിൽ ചേച്ചി പിണക്കൊക്കെ കളഞ്ഞ് അങ്ങോട്ടേക്ക് പോണം കേട്ടോ. എനിക്ക് മനസ്സിലായി, എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് ഡ്രാമ കളിക്കുമല്ലേ ചിപ്പിനെ കൊണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പോകാനായിട്ട്. ഞാൻ എന്റെ തീരുമാനം ഉറച്ച തീരുമാനം, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല എന്ന് ഇഷിത പറയാണ്. എടി നോക്ക്, ആ കൊച്ചിന്റെ മനസ്സ് വെറുതെ വേദനിപ്പിക്കല്ലേ കേട്ടോ എന്ന് പ്രിയാമണി പറയാണ്. ആ കുഞ്ഞിവിടെ വരുവാണെങ്കിൽ നീ അങ്ങോട്ടേക്ക് പോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ മാഷ് അങ്ങോട്ടേക്ക് വരുവാണ്. അല്ല മാഷ്, ചിപ്പി അവിടെ ഉണ്ടോ? ചിപ്പി ചതിച്ചു, അവളവിടെ എത്തിയിട്ടില്ല, മഹേഷ് മാത്രമേ അവിടെ എത്തിയിട്ടുള്ളൂ. മാഷ് എന്തൊക്കെയാ പറഞ്ഞത്? അതെ, അവിടെ ഞാൻ പോയപ്പോഴേക്കും സ്വപ്നവല്ലിയാ പറഞ്ഞത് അവളോട് എത്തിയിട്ടില്ലെന്ന്. ഇഷിത ചോദിക്കണ്ട, അച്ഛൻ അകത്തൊക്കെ നോക്കിയായിരുന്നോ? ഇല്ല മോളെ, അവിടെ ഇല്ല. അവർക്ക് ആകെ ടെൻഷനായിട്ട് അവര് നിക്കണത്. ഈശ്വര, ആ കുഞ്ഞിത് എവിടെ പോയി, ഞാൻ അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മാഷും പുറത്തേക്ക് പോകുവാണ്. പ്രിയാമണിയാണെങ്കിൽ ഈശ്വര, ആ കുഞ്ഞ് എവിടെ പോയി എന്നൊക്കെ ആലോചിച്ചിട്ട് അവിടെ തന്നെ അങ്ങനെ ഇരിക്കാട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാതി. ഇഷിത വേഗം വാതിൽ തുറ, അയ്യോ എന്റെ മോളെന്ന് പറഞ്ഞിട്ട് ഓടിയ പുറത്തേക്ക് ഇറങ്ങുവാണ്. ഈശ്വര, കുഞ്ഞിത് എവിടെ പോയെന്ന് പറഞ്ഞിട്ട് പ്രിയാമണി വിഷമിച്ച് കരഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. ഇഷിതയും മഹേഷും ഒരുമിച്ച് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തുവാണ്. ഇഷിത വേഗം മഹേഷിനോട് ചിപ്പി എന്ന് പറയുമ്പോൾ മഹേഷ് അത് കേൾക്കാത്ത പോലെ മുമ്പിലേക്ക് പോവാണ്. മോള് ചിപ്പി ചിപ്പി എന്ന് വിളിച്ച് വിഷമത്തോടു കൂടി മഹേഷ് നെഞ്ചു പൊട്ടുന്ന വേദനയോട് കൂടി തന്നെ ചിപ്പിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തൊട്ടു പിന്നാലെ ഇഷിതയും ചിപ്പിനെ അന്വേഷിക്കുന്നുണ്ട് കേട്ടോ. അതേസമയം മാഷാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. പ്രിയാമണി തന്നെ വഴക്ക് പറയാണ്. പ്രിയാമണി തന്നെ ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാട്ടോ. ആ കുഞ്ഞ് മനസ്സ് വേദനിച്ച് ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ അതിന്റെ പുറകെ ഞാനും പോയി നോക്കേണ്ടതായിരുന്നു. 101 പോയെന്ന് ഞാൻ വിചാരിച്ചത്. പാവം,
ആ കുഞ്ഞിന്റെ വിഷമം കാണാൻ ആരും ഉണ്ടായിരുന്നില്ല. ആ കുഞ്ഞ് മനസ്സ് നൊന്ത ഇവിടുന്ന് പോയത്. പ്രിയെ താനിങ്ങനെ വിഷമിക്കല്ലേടോ. ദേ ഇഷിതയും മഹേഷും സുജിയൊക്കെ അവളെ അന്വേഷിച്ച് നിലത്ത് പോയിട്ടുണ്ടല്ലോ. അവള് വല്ല ഗാർഡനിലോ എന്തെങ്കിലും ഉണ്ടാവുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ അവിടേക്ക് നമ്മുടെ സുചിത്ര വരുന്നുണ്ട്. സുചിത്ര വന്നിട്ട് വരുമ്പോ ചോദിക്കുന്നുണ്ട്, മാഷെ അല്ല അവളെ കിട്ടിയോ ചിപ്പിന്? ഇല്ല, മഹേഷേട്ടനും ഇഷിതേച്ചി നിലത്ത് പോയിട്ടുണ്ട് അന്വേഷിച്ച്. പിന്നെ നീ ഇതെവിടെ പോയതാ? ഞാൻ 204 പോയതാ. അവളുടെ ഒരു കൂട്ടുകാരി 204 അവിടെ നിന്ന് ചോദിക്കാൻ വേണ്ടി പോയതാ. എന്നിട്ട് അവിടെ ഇല്ല അവള്. ഷോ മാഷെ, എന്റെ ശരീരമൊക്കെ തളരുവാ മാഷെ, എനിക്ക് തല കറങ്ങുവാ മാഷെ. പ്രിയെ പ്രിയെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ പ്രിയാമണി തല കറങ്ങി കുഴഞ്ഞു വീഴും കേട്ടോ. അയ്യോ പ്രിയാമണി എന്ന് പറഞ്ഞിട്ട് വെള്ളം എടുത്ത് മുഖത്ത് ഒഴിക്കുന്നുണ്ടെങ്കിലും പ്രിയാമണി എഴുന്നേക്കുന്നില്ല. ഈശ്വര, ഇതെന്തൊരു പരീക്ഷണമാ എന്ന് മാഷ് ഇങ്ങനെ പറയാണ്. ശേഷം ഇഷിതയും മഹേഷും കൂടി നിലത്തൊക്കെ, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലൊക്കെ പോയിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇഷിതയും മഹേഷും ഓടി നടന്ന് ഫ്ലാറ്റ് മൊത്തം അന്വേഷിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോഴേക്കും അവിടെ സെക്യൂരിറ്റി വരുന്നുണ്ട്. സെക്യൂരിറ്റി അടുത്ത് ചോദിക്കുന്നുണ്ട് ഇഷിതയും മഹേഷും, എടോ എന്റെ മോളെ കാണുന്നില്ല. ആരെയും ചിപ്പി മോളെയോ? ആ അവൾ ഇങ്ങോട്ടേക്ക് വന്നായിരുന്നു. അയ്യോ സാറേ, ഞാൻ ജസ്റ്റ് ഒന്ന് ടാങ്കർ ലോറി വന്നപ്പോ അപ്പുറത്തേക്ക് പോയായിരുന്നു എന്ന് പറയുന്നത്. സാറില്ല സാറ്, നമുക്ക് CCTV നോക്കാം. വേണ്ട, എനിക്ക് CCTV നോക്കാനൊന്നും സമയമില്ല എന്ന് പറഞ്ഞിട്ട് മഹേഷ് വേഗം കാറിന്റെ അടുത്തേക്ക് പോകുക കേട്ടോ. അവന്റെ കാർ എടുത്തിട്ട് കാറ് ഓടി അങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴേക്കും ഇഷിത ഓടി പോകുന്നുണ്ട്. എന്നിട്ട് കാറിന്റെ ഡോർ തൊട്ട് ഞാനും വരുന്നുണ്ട്. മഹേഷ് നമ്മുടെ കാറിൽ കയറി ഇരിക്കുകയാണ് ഇഷിത. അതിനുശേഷം അവർ കാർ എടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. അപ്പോഴേക്കും അവിടുന്ന് ഒരാൾ വരുന്നുണ്ട് കേട്ടോ. അല്ല അവരെന്താ ആകെ വിഷമിച്ചു പോയിരിക്കുന്നത് എന്ന് സെക്യൂരിറ്റി ചോദിക്കുമ്പോ, അതൊന്നും പറയണ്ട സാറേ, മഹേഷിന്റെയും ഇഷിതയുടെ മകളുണ്ടല്ലോ ചിപ്പി, മനസ്സിലായി, മഹേഷിന്റെ മകളല്ലേ, അവളെ കാണുന്നില്ലെന്ന്. പാവം കൊച്ച്, ഈ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും വഴക്ക് പിടിച്ചിട്ടുണ്ടാവും. ആ വിഷമത്തിൽ ആ കുഞ്ഞ് ഇറങ്ങിപ്പോയതായിരിക്കും. ഞാൻ എന്തായാലും CCTV ഒക്കെ ഒന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് സെക്യൂരിറ്റി അകത്തേക്ക് കയറി പോവാണ്. ആ വഴിപോക്കൻ അപ്പൊ തന്നെ ഫോൺ എടുത്തിട്ട് ഇങ്ങനെ ആരെയും വിളിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കാണിക്കുന്നത് കൈലാസിനെയാണ്. കൈലാസ് അങ്ങനെ സെല്ലിൽ കിടന്നിട്ട് ജോർജിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സാറേ സാറേ, ജോർജ് സാറേ എന്ന് പറഞ്ഞ് വിളിക്കാണ്. എന്താടാ സാറേ, എന്നെ എങ്ങനെയൊക്കെ രക്ഷപ്പെടുത്തണം സാറേ എന്ന് പറയുമ്പോ, നിന്നെ രക്ഷപ്പെടുത്താടാ, ഇന്ന് ഞായറാഴ്ച ആയിപ്പോയി, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് നിന്നെ കോടതിയിൽ ഹാജരാക്കേണ്ട ദിവസമായിരുന്നു. സാറേ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല സാറേ. ആര്? നീയോ? തെറ്റ് ചെയ്തിട്ടില്ലെന്നോ? എടാ നിന്റെ പേരിൽ എന്തോരം കേസാണുള്ളത്, നാണം കെട്ടവനെ. നീ ആ വിഷിതേനെ പറഞ്ഞ ആ പെൺകുട്ടിയെ കയറി പിടിച്ചതല്ലേടാ സാറേ, അതെനിക്കൊരു അബദ്ധം പറ്റിയതാണ് സാറേ എന്ന് പറയാണ്. അബദ്ധം? നീ എന്തായാലും ഇവിടെ കിടക്ക് എന്ന് പറയുമ്പോ, സാറേ സാറിനും മഹേഷിനും നമ്മളെ പ്രശ്നമൊക്കെ എനിക്കറിയാം. അവൻ ദില്ലിയിൽ പോയിട്ട് കോടിക്കണക്കിനുള്ള ബിസിനസ് ഒക്കെ ഡീൽ ചെയ്തിട്ട് വന്നിരിക്കുക. അവനങ്ങനെ വളരാൻ അനുവദിച്ചുകൂടെ സാറേ? അവൻ എങ്ങനെയെങ്കിലൊക്കെ തകർക്കണം. അതിന് ഞാൻ നിന്റെ കൂടെ നിൽക്കണമെന്നാണ് പറയണത്. സാറേ ഞാനേ മഹേഷിന്റെ കുടുംബത്തിന്റെ ഒരു അംഗമാണ്, എനിക്ക് പലതും ചെയ്യാൻ പറ്റും, സാറത് ആലോചിക്കണം. എടാ എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റുമൊന്നുമില്ല, നീ അവിടെ കിടക്ക് എന്ന് പറഞ്ഞിട്ട് ജോർജ് പോകാൻ പോകുമ്പോഴേക്കും കൈലാസ് പറയണ്ട, സാറേ എങ്ങനെയൊക്കെ ഇറക്ക് സാറേ, സാർ അതിനുള്ള ഉപകാരവും അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തരാ സാറേ. മഹേഷിനെ തകർക്കാനുള്ള എല്ലാ ആയുധങ്ങളും എന്റെ കയ്യിലുണ്ട് സാറേ എന്നൊക്കെ പറയാണ്. അതിനെ വേണ്ടിയിട്ടായിരിക്കുമല്ലേ നീ അവളെ കയറി പിടിച്ചത്? അത് അവരെന്റെ ഒരു അകറ്റാൻ വേണ്ടി ഞാൻ കയറി പിടിച്ചതാ സാറേ എന്നൊക്കെ പറയാണ്. എടാ നിന്നെ രക്ഷിക്കാനേ എനിക്ക് സാധിക്കില്ല എന്തായാലും. പിന്നെ ഒരാളുണ്ട്, അയാൾ വെച്ചാൽ ചിലപ്പോ രക്ഷിക്കാൻ പറ്റിയിരിക്കും. ആരാ സാർ അത്? അയാളെ കയ്യോ കാലോ പിടിച്ചിട്ടാണെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലൊക്കെ നേടിയെടുക്കാന്ന് പറയുമ്പോ, എടാ അയാളെ വിശ്വാസവഞ്ചന സഹിക്കാത്ത ആളാണ് സാറേ. ഞാൻ വിശ്വാസവഞ്ചന ചെയ്ത നിങ്ങൾ വേണമെങ്കിൽ എന്നെ കൊന്നോ, അയാൾ ആരാണെന്ന് പറ സാറേ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തോളാം സാർ എന്ന് പറയുമ്പോ, അയാള് ക്ഷമിക്കാൻ നോക്കട്ടെ, അയാൾ ചിലപ്പോ നിന്നെ സഹായിക്കാമെന്ന് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ജോർജ് അവിടുന്ന് പോവാണ്. കൈലാസ് അങ്ങനെ സെല്ലിൽ തന്നെ കിടക്കും കേട്ടോ. പിന്നീട് കാണിക്കുന്ന പ്രിയാമണി ആകെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മാഷ് പറഞ്ഞിട്ട്, പ്രിയ താനിങ്ങനെ കരയില്ലേടോ, കുഴപ്പമൊന്നും ഉണ്ടാവില്ലായിരിക്കും, അവൾ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. എന്റെ മാഷി, ആ കുട്ടി അത്ര വിഷമിച്ചിട്ടാ പോയിരിക്കണത്. ഏതു നേരവും അച്ഛനും അമ്മയും തമ്മിൽ പിണക്കമല്ലേ, അവൾക്ക് സഹിക്കാൻ പറ്റുമോ? വേറെ എവിടെയും ഭാര്യ ഭർത്താക്കന്മാരില്ലാത്തത് പോലെയാ ഇഷിതയും മഹേഷിന്റെ ഒരു പിണക്ക്. മഹേഷ് ഇവിടെ വന്ന് അവളെ കാല് പിടിക്കാൻ വേണ്ടിട്ടാ റൂമിൽ വിളിച്ചുകൊണ്ട് പോയത്. എന്നിട്ട് അവള് പോയില്ലെന്ന് പറഞ്ഞു കാണും. അതായിരിക്കും മഹേഷ് ഇവിടുന്ന് പോയത്. അല്ലെങ്കിൽ അവൻ പോയില്ലല്ലോ മനസ്സ് വേദനിച്ച്. അവന്റെ പിന്നാലെ തൊട്ടു പിന്നാലെ ആ കുഞ്ഞും വന്ന് അവളെ കാല് പിടിച്ചു കാണും. അപ്പോഴും അവള് സമ്മതിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയാണ്. അല്ല അവളെവിടെ? സുജി എന്തേ ഇളയമ്മേ? എടി നീ ആ ഇഷിതേനൊന്ന് വിളിച്ചോ? ഞാൻ വിളിച്ചോ അമ്മേ? ഇളയമ്മേ കിട്ടുന്നില്ല ചേച്ചീനെ. അവരിത് എവിടെ പോയി എന്ന് ചോദിക്കുകയാണ്. ഇളയമ്മേ ഞാനൊന്നും കൂടി വിളിച്ചു നോക്കട്ടെ എന്നിട്ട് സുചിത്ര അപ്പുറത്തേക്ക് പോയിട്ട് വിളിക്കുന്നുണ്ട്. ഇളയമ്മേ ഞാൻ വിളിച്ചപ്പോ കിട്ടി കേട്ടോ, ഇഷിതേച്ചി ഫോൺ എടുത്തു, അവരെ ചിപ്പി അന്വേഷിച്ച് പുറത്തു പോയിരിക്കുക. ഈശ്വര, ആ കുഞ്ഞിനെ പുറത്തു പോയോ? അപ്പോ ഈശ്വര, അവൾ ആരെങ്കിലും തട്ടിയെടുത്തോണ്ട് പോയിട്ടുണ്ടാവോ എന്നൊക്കെ ചോദിക്കുമ്പോ, എടോ പ്രിയ താനിങ്ങനെ പറയലേ, കാലം അങ്ങനത്തെ അല്ലേ മാഷെ, പിന്നെ എങ്ങനെ പറയാതിരിക്കും? എന്റെ പൊന്നു മോള് വേദനിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്, എങ്ങോട്ടാണാവോ ഇറങ്ങിപ്പോയത്, എനിക്കത് ആലോചിക്കാനേ വയ്യ, പിഞ്ചു മനസ്സല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്
പ്രിയാമണി കരഞ്ഞോണ്ടിരിക്കുകയാണ്. മാഷ് പറയുന്നുണ്ട്, സുജി നീ വേഗം മഹേഷിനെ വിളിച്ചേ, എന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പറ, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ മതി. ആ ഇളയച്ചൻ ഞാൻ ഇപ്പൊ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് സുചിത്ര ഫോൺ എടുത്തിട്ട് അപ്പുറത്തേക്ക് പോവുകയാണ്. ഇവിടെ പ്രിയ തനീനെ വിഷമിക്കല്ലേ, എന്തായാലും ചിപ്പി ഇവിടുന്ന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെക്യൂരിറ്റി കണ്ടിട്ടുണ്ടാവുമല്ലോ, എങ്ങനെയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കാം കേട്ടോ. ഇഷിതയും മഹേഷും ആണെങ്കിൽ റോഡെല്ലാം ജംഗ്ഷനിലൊക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ അടുത്തുള്ള കടകളിലും അടുത്തുള്ള ബസ് സ്റ്റോപ്പിലും ഓട്ടോ ചേട്ടന്മാരടുത്തൊക്കെ ചോദിക്കുന്നുണ്ട്. അവരാരും കണ്ടില്ലെന്നാണ് പറയണത്. അപ്പോഴേക്കും ഇഷിതയുടെ ഫോണിലേക്ക് ഫോൺ ബെല്ലടിക്കുകയാണ്. നോക്കുമ്പോൾ മാഷായിരിക്കും കേട്ടോ, അച്ഛനാണല്ലോ വിളിക്കുന്നത്, ഇനി ചിപ്പി അവിടെ എത്തിയിട്ടുണ്ടാവുമായിരിക്കും. ഹലോ അച്ഛാ, എന്റെ മോൾ അവിടെ എത്തിയോ? ഇല്ല മോളെ, അവളെ കുറിച്ച് ഒരു വിവരം കിട്ടിയോന്ന് അറിയാനാണ് വിളിച്ചത്. എന്താ മോളെ നിങ്ങൾ ഇത് എവിടെയാന്ന് ചോദിക്കുമ്പോഴേക്കും ഇഷിത കരഞ്ഞോണ്ടിരിക്കുകയാണ്. അവളെ കുറിച്ച് ഒരു വിവരവും കിട്ടില്ല, ഞാനും മഹേഷും അന്വേഷിച്ചുകൊണ്ടിരിക്കുക അച്ഛാന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ാണ് ഇഷിത. ശേഷം വീണ്ടും കടകളിലേക്ക് അന്വേഷിക്കാൻ അവസരം അവിടേക്ക് അന്വേഷിച്ചു മതിയായിട്ട് ഇഷിതയും മഹേഷും കാറിലേക്ക് കേറുവാട്ടോ. മഹേഷ് ഇഷിത അടുത്ത് പറയുന്നുണ്ട്, പാവം എന്റെ മോള് മനസ്സ് വേദനിച്ചിട്ട് ഇറങ്ങിപ്പോയത്, അമ്മയുടെയും ഡാഡിയുടെ പിണക്കം മാറ്റാൻ വേണ്ടി എന്റെ കൂടെ വന്ന മോള്, എന്നിട്ട് എല്ലാ തെറ്റുകളും എന്റെ തലയെ ചുമത്തി തന്നു, തന്റെ അടുത്ത് മാപ്പ് പറഞ്ഞിട്ട് തന്നെ കൂട്ടിക്കൊണ്ട് കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി. പാവം എന്റെ മോള് എന്നെ മനസ്സ് വേദനിച്ച് എവിടേക്കാ പോയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഈശ്വര. എന്റെ മോള് ജനിച്ചപ്പോൾ മുതൽ വിഷമങ്ങൾ മാത്രമേ എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നൊക്കെ കേട്ട് മഹേഷും വിഷമിക്കുകയാട്ടോ. ഇഷിതയും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇഷിത പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. ചിപ്പിക്ക് ഭക്ഷണം കൊടുത്തതും ചിപ്പിനെ കെട്ടിപ്പിടിച്ചതും ചിപ്പിയായിട്ട് കിടന്ന് ഉറങ്ങിയതൊക്കെ തന്നെ ആലോചിച്ചിട്ട് ഇഷിതയും കരഞ്ഞുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കണ ആകാശിനെയാണ്. ആകാശ് വാലിന് തീ പിടിച്ച പോലെ ഓടി വരുവാണ് സ്റ്റെപ്പിന്ന്. എടോ രചന, എന്താ ആകാശ്? എടോ തന്നെ ആരെങ്കിലും വിളിച്ചായിരുന്നോ? ഇല്ല. എടോ തന്റെ മോള് മിസ്സിംഗ് ആണെന്ന്. ആകാശ് എന്തൊക്കെയാ പറഞ്ഞത്? ആകാശിനോട് ആരാ പറഞ്ഞത്? എടോ ഫ്ലാറ്റിലുള്ള റോയാ പറഞ്ഞത്. മഹേഷിന്റെ നീക്കങ്ങൾ അറിയാൻ ഞാൻ ഒരാളെ അവിടെ നിർത്തിയായിരുന്നു, അയാൾ എന്നെ വിളിച്ചു പറഞ്ഞു ചിപ്പി ഇറങ്ങിപ്പോയെന്ന്. മഹേഷിന് വീട്ടിൽ വലിയ വലിയ പ്രശ്നങ്ങളാണ് നടക്കുന്നത്, അത് കണ്ട് മനസ്സ് വേദനിച്ചിട്ട് ആ കുഞ്ഞ് ഇറങ്ങിപ്പോയതാണെന്ന്. ഈശ്വര, എന്റെ മോൾ എവിടെ ഇറങ്ങിപ്പോനാ? അവൾ അവിടെ തന്നെ ഒളിച്ചിരിക്കണ്ടാവും. എടോ താൻ അങ്ങനെ വിചാരിച്ചിരുന്നോ? ഇത് അങ്ങനെ നിസ്സാര കാര്യമൊന്നുമല്ല, അവളെ കാണാതായത് തന്നെയാ എന്ന് പറയുമ്പോ രജനിയും ആകെ ടെൻഷനായിട്ട് നിൽക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയില് കാണിക്കുന്നത് ഇഷിതയും മഹേഷ് ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോ ഒരു കുട്ടി വന്നിട്ട് ഒരു ചെറിയ ബൊക്ക കൊടുക്കാട്ടോ. അതിലൊരു പേപ്പറും ഉണ്ട്. അത് തുറന്നു നോക്കുമ്പോഴേക്കും ഇഷിത വായിക്കാണ്, അമ്മയും അതുപോലെ തന്നെ ഡാഡിയും കൂടി ഒന്നിച്ച് ചെന്നാൽ ഈ ചിപ്പി മോളെ കാണാം എന്ന് പറയുമ്പോ, അപ്പൊ നമ്മുടെ ഇഷിത പറയുന്നുണ്ട്, മോളെ ചിപ്പി ദേ അമ്മയും അതുപോലെ ഡാഡി ഒന്നിച്ച് നിൽക്കുന്നു പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് വേഗം ഇഷിതയുടെ തോളത്ത് ഇങ്ങനെ കൈ വെച്ച് ചേർത്ത് പിടിക്കാട്ടോ. അത് കണ്ടുകൊണ്ട് ചിപ്പി അങ്ങോട്ടേക്ക് സന്തോഷത്തോടെ വരുന്നുണ്ട്. ചിപ്പിനെ ഇഷിതയും മഹേഷും രണ്ട് കവിളിലും ഉമ്മ വെച്ചു കൊടുക്കുകയാണ്. ശേഷം ചിപ്പി സന്തോഷത്തോടു കൂടി തന്നെ ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരുവാണ്. ഫ്ലാറ്റിലേക്ക് തിരിച്ചെന്ന് ചിപ്പിനെ കണ്ടിട്ട് മഞ്ജു പറയുന്നുണ്ട്, ചിപ്പി ഭയങ്കര സന്തോഷത്തിലാണല്ലോ, അതിനർത്ഥം മഹേഷും ഇഷിതയും ഒന്നായെന്നാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒന്നിച്ച് കൈപിടിച്ച് ഫ്ലാറ്റിലേക്ക് തിരിച്ചു വരുന്ന ഭാഗത്തോട് കൂടിയിട്ടാട്ടോ എപ്പിസോഡ് തീരുന്നത്, പ്രൊമോ തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.